അപ്പോൾ ഇത്തവണ ആര് അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നത്? ക്ലിയർ ഫൈറ്റ് ആണ്. നിങ്ങൾ ഒരു 2 മാസം മുമ്പ് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പറഞ്ഞാൽ UDF ഒരു 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് UDF തന്നെ അധികാരത്തിൽ വരും, ഒരു 80 to 86, 87 സീറ്റ്. BJP 1, 2, 3 ഒരു സീറ്റ് മിനിമം BJP നേടും. ചിലപ്പോൾ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കും. അക്കൗണ്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം അതൊരു ചിലപ്പോൾ ഒരു 2 ആകാം, ഒരു പക്ഷേ 3 ആകാം. പാലായിലൊക്കെ ടഫ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന വണ്ടറുകൾ ഉണ്ടായേക്കാം. എന്നാലും BJP സ്കോർ ചെയ്യും. BJP ഈ വട്ടം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമായിരിക്കും. പക്ഷേ UDF ഭരണത്തിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാവോ, ചെന്നിത്തല മുഖ്യമന്ത്രിയാവോ, ആരായിരിക്കും? ചാണ്ടിയുമ്മൻ എന്തായാലും മുഖ്യമന്ത്രി ആയില്ല. പക്ഷേ ഇവർ 3 പേരും ഉണ്ട്. എനിക്ക് കോൺഗ്രസിന്റെ സിസ്റ്റം വെച്ച് ഞാൻ മനസ്സിലാക്കിയ ഇലക്ഷന് ശേഷമാണ് അവർ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഈ പറയുന്ന പാർലമെന്ററി പാർട്ടി കൂടി ഹൈക്കമാൻഡിന് തീരുമാനം എടുക്കാനായിട്ട് വിടുക. ഇപ്പം ഇതിനകത്ത് ജയിച്ചു വരാൻ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തല VD സതീശനുമാണ്. ഇവർ തമ്മിലും ഇപ്പം നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അവർ ഡിവൈഡ് ചെയ്യുമോ, അതോ VD ആയിട്ട് RC വേറൊരു പോസ്റ്റിലേക്ക് പോകുമോ, അല്ലെങ്കിൽ RC ആയിട്ട് VD, അതൊക്കെ ആ സാഹചര്യത്തിൽ അനുസരിച്ചായിരിക്കുമല്ലോ. ഒരു ക്വസ്റ്റ്യനാണ്, ഈ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിന് എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? ശൈലജ ടീച്ചറെ വെട്ടി ഒതുക്കി കളഞ്ഞല്ലേ. നല്ല ഒരു പാർട്ടിയുടെ ഏറ്റവും നല്ല ലീഡറിനെ മട്ടന്നൂരാണ് മത്സരിച്ച്. അവർക്ക് ധർമ്മടോ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ട് കേരളം മൊത്തം ക്യാമ്പയിൻ ചെയ്യാനുള്ള സാഹചര്യത്തിൽ അവരെ പൂട്ടിക്കൊണ്ടിട്ടേക്ക് എവിടെ പേരാവൂര് പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ടേക്ക് അവിടെ മത്സരിക്കുന്ന ആരാണ്? സണ്ണി ജോസഫിനെ പോലെ KPC പ്രസിഡന്റ് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുന്ന ഒരാൾക്കെതിരെ കൊണ്ടുവിട്ടിട്ട് ആ മണ്ഡലത്തിന് അനങ്ങാൻ പറ്റാത്ത സാഹചര്യം ഈ പറയുന്ന ശൈലജ ടീച്ചർക്ക് ഉണ്ടാക്കിയില്ലേ? അവർ പറയുന്ന ശൈലജ ടീച്ചറെ കൊണ്ടുപോയിട്ട് സണ്ണി ജോസഫിനെ അനങ്ങാൻ പറ്റാ, ശൈലജ ടീച്ചർക്കും അനങ്ങാൻ പറ്റാതായില്ലേ? സണ്ണി ജോസഫ് ഇവിടെ അനങ്ങിയില്ലെങ്കിലും VD സതീശനും അനങ്ങും, രമേശ് ചെന്നിത്തല അനങ്ങും, KC വേണുഗോപാലും ഇറങ്ങും, ശശി തരൂരും അനങ്ങുമ്പോൾ ഇവിടെ ഷാഫി പറമ്പിലും ചാണ്ടിയുമ്മനും എല്ലാം അനങ്ങുമ്പോൾ ഇവിടെ അനങ്ങും. അപ്പുറം ആരുണ്ടനക്കാൻ? ഏറ്റവും വലിയ സ്റ്റേച്ചറുള്ള ലീഡറാണ് ചുമ്മാ ഒരിടത്ത് കൊണ്ട് ടഫായിട്ടുള്ളിടത്ത് കൊണ്ട് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇവിടുത്തെ CPM ഒരു ഇലക്ഷനെ നേരിട്ടതാണ്. അതിനുശേഷം എന്താണോ ഉണ്ടായത് അതാണ് 2021 ഇവിടെ ആരാ വിശ്വസിക്കുക? പിണറായി വിജയൻ്റെ ഇമേജ് കൊണ്ടാണോ 2021 LDF അധികാരത്തിൽ വന്നത്? അല്ല, ഈ പറയുന്ന ശൈലജ ടീച്ചറുടെ ഇമേജ് കൊണ്ടാണ്. ആ ശൈലജ ടീച്ചറുടെ ഇമേജ് 2021 ശേഷം അവരുടെ കുറച്ച് കറപ്ഷൻ ആരോപണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവരുടെ ഇമേജ് ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാൽ പോലും അവരെ ഒന്നും ഒരു കാലത്തും അവർ മുഖ്യമന്ത്രി ആക്കത്തില്ല. ഇപ്പം ഇവർ വന്നു കഴിഞ്ഞാൽ ആരാ? പിണറായി വിജയനെ ഒരു വട്ടം കൂടെ ആക്കും. എന്നിട്ട് പിണറായി വിജയൻ്റെ ഏതൊരു വാലിനെ 2-3 കൊല്ലം കൂടെ ആക്കും. അതിനുശേഷം വാസവനിലേക്ക് പോകും.